ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് കുട്ടികൾക്കും നമുക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഫ്രഞ്ച് ടോസ്റ്റ്. എന്നാൽ ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് പെർഫെക്റ്റായും ടേസ്റ്റിയായും വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് അല്ലേ? റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത്. അമ്മയുടെ പെർഫെക്റ്റ് ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ ഒരു റെസിപ്പി നമുക്ക് കണ്ടിട്ട് വരാം. ഒരു 4 അല്ലെങ്കിൽ 5 ബ്രെഡ് സ്ലൈസസ് വരെ എടുക്കാം. സൈഡ്സൊക്കെ ഈവണായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡ്സ് ഒന്നും വേസ്റ്റ് ആക്കണ്ട. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂണ്, ഒരു നുള്ളുപ്പ്, ഒരു നുള്ള് കറുവാപ്പട്ടയുടെ പൊടി കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 100 ml പാല്, ഇത്രയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സ്ലൈസസ് ഇതുപോലെ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് മുട്ടയുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ സൈഡ്സും തിരിച്ചും മറിച്ചും വെച്ച് ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് സോക്കാക്കണം. എല്ലാ വശവും ആ ബാറ്ററിലേക്ക് മുക്കി തന്നെ സോക്കാക്കണം. ഇതിപ്പം എല്ലാ ഭാഗവും സോക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. ബട്ടർ കരിയാതിരിക്കാനായിട്ടാണ് ഓയിലും കൂടി ചേർത്തത് കേട്ടോ. സോക്ക് ചെയ്ത ബ്രെഡിൻ്റെ പീസസ് ഒന്നായി തന്നെ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സും ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ വശവും തിരിച്ചും മറിച്ചും വെച്ച് ടോസ്റ്റ് ആക്കണം. ഇതുപോലെ 2 തവി ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് തിരിച്ചും മറിച്ചും ഓരോ സൈഡ്സും പാനിലേക്ക് വെച്ച് ടോസ്റ്റ് ആക്കി എടുക്കണം. കുട്ടികൾക്കിത് ഇഷ്ടമാകുമെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? ഇനി ഇതെല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ടില്ലേ? കണ്ടില്ലേ? പെർഫെക്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് തേൻ വേണമെങ്കിൽ ഒന്ന് ഡ്രിസിൽ ചെയ്യാം. പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കി നോക്കണം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടാൽ കഴിക്കാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ടെംപ്റ്റിംഗ് ഫ്രഞ്ച് ടോസ്റ്റ് അല്ലേ? ഒരു പീസ് ഞാനൊന്ന് കഴിക്കട്ടെ. പറയാൻ വാക്കില്ല കേട്ടോ. സൂപ്പർ. ഇതുപോലെ ബ്രെഡൊക്കെ നന്നായിട്ട് സോക്കാക്കി എടുത്തത് കൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മെൽറ്റ് ഇൻ ദ മൗത്ത് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്ത് ഇഷ്ടപ്പെടുമെന്നറിയാമോ?
അപ്പോൾ കറി വിത്ത് അമ്മ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ അതേപോലെ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്കൊരു ഫീഡ്ബാക്കായി തരണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ ബൈ.